നിയമസഭാ പോരാട്ടത്തിന് താരങ്ങളെ തേടി മുന്നണികൾ. ആസിഫ് അലി, രമേശ് പിഷാരടി എന്നിവരെ കളത്തിലിറക്കാൻ ചർച്ച നടക്കുന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥിയാക്കിയ മാധ്യമവാർത്തയോട് വിയോജിപ്പറിയിച്ച് ബെന്യാമിൻ. സുരേഷ് ഗോപിയെ വീണ്ടും കളത്തിലിറക്കാൻ BJPയിൽ ആലോചന. ഉണ്ണിമുകുന്ദൻ, മേജർ രവി, കൃഷ്ണകുമാർ, ദേവൻ തുടങ്ങിയവർ BJPയുടെ താരനിരയിൽ ഇടം പിടിച്ചേക്കും. കാലം മാറി, വോട്ടർമാരും മാറി. ഇൻഫ്ലുവൻസർമാർക്ക് പിറകെ പോകുന്ന മലയാളികളെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഫോളോവേഴ്സ് ഉള്ളവരെ പിണക്കാതെ ഒപ്പം നിർത്തുക എന്നതാണ് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി. അതോടൊപ്പം അവരിൽ നിന്ന് കൊള്ളാവുന്നവരെ പിടിച്ച് മത്സരിപ്പിക്കാനും ശ്രമമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സിനിമാ താരങ്ങൾക്ക് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് സാധ്യതകൾ കൈവന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയതോടെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ജെൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സിനിമാ രംഗത്തു നിന്നും കഴിയുന്നത്ര പേരെ രംഗത്തിറക്കാൻ മുന്നണികൾ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ താരപരിവേഷം ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പാർട്ടികളുടെ പ്രതീക്ഷ. യുവതാരങ്ങളടക്കം നിരവധി പേരുകളാണ് പാർട്ടികളുടെ പരിഗണനയിലുള്ളത്. നടന്മാരായ ഉണ്ണിമുകുന്ദൻ, ആസിഫ് അലി, കൃഷ്ണകുമാർ, ദേവൻ, ധർമ്മജൻ ബോൾഗാട്ടി, നടനും സംവിധായകനുമായ രമേശ് പിഷാരടി, മേജർ രവി, VM വിനു, നടിമാരായ ഗായത്രി, വീണ തുടങ്ങിയവർ വിവിധ പാർട്ടികളുടെ പരിഗണനയിലുള്ളവരാണ്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിയെ നിയമസഭയിലേക്കും രംഗത്തിറക്കി ചലനം സൃഷ്ടിക്കാൻ BJPയിൽ ആലോചന നടക്കുന്നുണ്ട്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലിറങ്ങി ശോഭിക്കുകയും മന്ത്രിയാകുകയും ചെയ്തയാളാണ് KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഗണേഷ് വീണ്ടും സ്ഥാനാർത്ഥിയാകും. അതേസമയം കൊല്ലത്ത് M മുകേഷ് ഇത്തവണ മത്സര രംഗത്തുണ്ടായേക്കില്ല. സമീപകാല വിവാദങ്ങളടക്കം മുകേഷിനെ വീണ്ടും മത്സരിപ്പിച്ചാൽ തിരിച്ചടിച്ചേക്കുമെന്നാണ് CPMന്റെ ആശങ്ക. തൃപ്പൂണിത്തുറ, പാലക്കാട് മണ്ഡലങ്ങളിലാണ് നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയുടെ പേര് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച ധർമ്മജൻ ബോൾഗാട്ടിയും പരിഗണനയിലുണ്ട്. തൊടുപുഴയിൽ ഇടത് സ്ഥാനാർത്ഥിയായാണ് ആസിഫ് അലിയുടെ പേരുയരുന്നത്. എന്നാൽ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങാൻ താരം തയ്യാറാകുമോ എന്നതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദനെ BJP മത്സരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹമുയർന്നിരുന്നു. തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാർ വീണ്ടും മത്സരിച്ചേക്കും. ദേവൻ, മേജർ രവി തുടങ്ങിയവരും BJPയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നേതാവ് കൂടിയായ നടി വീണയെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും പരിഗണിക്കുന്നതായാണ് വിവരം. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടി മുന്നണികൾ നടത്തുന്ന ചർച്ചകളെ സംബന്ധിച്ച് മലയാള മനോരമ നൽകിയ വാർത്തയിൽ സാഹിത്യകാരൻ ബെന്യാമിനും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ ബെന്യാമിൻ ഞാനല്ല എന്ന ഫേസ്ബുക്ക് കുറിപ്പോടെ ബെന്യാമിൻ ആ വാർത്തയിലെ പരാമർശം നിഷേധിച്ചു. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ബെന്യാമിൻ എന്ന പേരും കണ്ടു. എന്നാൽ അങ്ങനെയൊരു സാധ്യതയില്ലെന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ഇതിനു മുമ്പും ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അഭിമുഖങ്ങളിലും സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും അങ്ങനെയൊരു സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞിരുന്നു. ഇത് പിന്നെയും ഒരു മുഖ്യധാര മാധ്യമം പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു വിശദീകരണം കൂടി നൽകുന്നത്. ഇന്ത്യയിലെ ഏതു പൗരനെയും പോലെ എനിക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, എളിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുമുണ്ട്. എന്നാൽ അതൊക്കെ ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണെന്നത് ഞാൻ ഇന്നോളം എടുത്തിട്ടുള്ള നിലപാടുകളെ റദ്ദു ചെയ്തു കളയുന്നതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഉയർന്നു വരുന്ന സമൂഹത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെയും ഒരു സാധ്യത സംശയിക്കുന്നതിൽ തെറ്റു പറയാനില്ല. എന്നാൽ അങ്ങനെയല്ലാതെയും രാഷ്ട്രീയവും നിലപാടുകളും പറയുന്നവർ ഇവിടെയുണ്ടെന്ന് അറിയിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യത്തോടോ ജനാധിപത്യ മത്സരങ്ങളോടോ എനിക്ക് എന്തെങ്കിലും വിയോജിപ്പുള്ളത് കൊണ്ടല്ല അത്. മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് എനിക്ക് നല്ല ബഹുമാനവും ആദരവുമുണ്ട്. അവരോളം ജനമനസ്സുകളെ തൊട്ടു നിൽക്കുന്നവർ ആരുണ്ട്? എന്നാൽ എൻ്റെ സ്വപ്നങ്ങളും ജീവിത രീതിയും സ്വഭാവമൊക്കെ സാഹിത്യത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ്.
സാഹിത്യരചനകളിലാണ് എൻ്റെ ആഹ്ലാദം. അതിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുപ്രവർത്തനത്തിൽ അഭിരുചിയുള്ള ധാരാളം മികച്ച പ്രതിഭകൾ നമുക്കുണ്ട്. അവർ നമുക്ക് നല്ല രാഷ്ട്രീയം സമ്മാനിക്കട്ടെ. ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ചില കൃതികളുണ്ട്. അവ എനിക്ക് മാത്രമേ എഴുതാൻ കഴിയൂ എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ ചെറിയ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കാനാണ് എൻ്റെ ആഗ്രഹം. വാർത്ത വായിച്ച പല സുഹൃത്തുക്കളും വായനക്കാരും വിളിച്ചന്വേഷിച്ചതുകൊണ്ടാണ് ഇത്രയും എഴുതിയത്. ബെന്യാമിൻ FB കുറിപ്പിൽ എഴുതി.